എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. അതോടൊപ്പം ഭഗവാന്റെ കൃപാകടാക്ഷം അനുസ്യൂതം നിങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. നമുക്ക് ഇന്ന് 7ാമത്തെ ശ്ലോകം 7ാമത്തെ ദശകത്തിൽ. അപ്പോൾ 7ാമത്തെ ദശകം 7ാമത്തെ ശ്ലോകം വരുമ്പോൾ ഇതിലും ഭഗവാന്റെ വർണ്ണന തന്നെയാണ്. വൈകുണ്ഠലോകത്തിൽ ബ്രഹ്മാവിനെ കാണിച്ചു കൊടുത്ത ആ ഭഗവാന്റെ വർണ്ണന തന്നെയാണ് ഇതിലും. നമുക്ക് നോക്കാം 7ാമത്തെ ശ്ലോകം. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത്കോടിലസത്കിരീടകടകാദ്യാകൽപതി പ്രാകൃതി ശ്രീവത്സാങ്കിതമാത്ത കൗസ്തുഭമണിഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപമൈക്ഷതവിധിസ്തത്തേ വിഭോ ഭാതു മേ. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത്കോടിലസത്കിരീടകടകാദ്യാകൽപതി പ്രാകൃതി ശ്രീവത്സാങ്കിതമാത്ത കൗസ്തുഭമണിഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപമൈക്ഷതവിധിസ്തത്തേ വിഭോ ഭാതു മേ. നമുക്ക് വാക്കുകൾ നോക്കാം ഇനി. ഏവം പ്രതിദർശിതേ തത്ര നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത് കോടിലസത് കിരീട കടകാദ്യാകൽപ ദീപ്രാകൃതി ശ്രീവത്സാങ്കിതം ആത്ത കൗസ്തുഭമണിഛായാരുണം വിശ്വേഷാം കാരണം തവ രൂപം വിധി ഐക്ഷത വിഭോ തേ തത് മേ ഭാതു. ഇനി നമുക്ക് നോക്കാം. ഇപ്രകാരം ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്ത ആ വൈകുണ്ഠലോകത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കുകയാണ്. അതായത് ബ്രഹ്മാവിന് ആ വൈകുണ്ഠലോകം കാണിച്ചു കൊടുക്കുമ്പോൾ തൻ്റെ സ്ഥാനത്ത്, അതായത് ഭഗവാന്റെ സ്ഥാനത്ത്, ഭഗവാന്റെ ഇരിപ്പിടം, അതായത് ആ രത്ന ആസനത്തിൽ, രത്നം കൊണ്ട് നിർമ്മിച്ച ആ സിംഹാസനത്തിൽ അവിടുത്തെ രൂപം, ആ ഭഗവാന്റെ രൂപം, ആ തവ രൂപമൈക്ഷതവിധി ബ്രഹ്മാവ് കണ്ടു. വിധി എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മാവിനെയാണ്. തവരൂപം, അവിടുത്തെ ഭഗവാന്റെ നെന്തിരുവടിയുടെ രൂപം ബ്രഹ്മാവ് കണ്ടു. ആ ഭഗവാൻ ഇരിക്കുന്ന ആ രൂപത്തെ വർണ്ണിച്ചിരിക്കുന്നതാണ്. തൻ്റെ സ്ഥാനത്ത് രത്നസിംഹാസനത്തിൽ ഇരുന്ന് അരുളുന്നതും അതുപോലെ തന്നെ ഭാസ്വത് കോടിലസത് കിരീടകടകാദ്യാകൽപതി പ്രാകൃതി സൂര്യസമൂഹം പോലെ എന്നാണ്. 1000 സൂര്യന്മാർ ഒരുമിച്ച് ഇങ്ങനെ ഉദിച്ചുയർന്ന് നിന്നാൽ എത്രമാത്രം ശോഭ കാണുമോ അത് അത്രയും ശോഭ. അതുകൂടാതെ കിരീടം, കടകം മുതലായി എല്ലാം ഇങ്ങനെ രത്നങ്ങളാൽ അങ്കിതമാണ്, രത്നാങ്കിതം. അപ്പോൾ രത്നങ്ങൾ പതിച്ചതായതുകൊണ്ട് തന്നെ അതിൽ നിന്നെല്ലാം ഇങ്ങനെ പ്രകാശം ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുകയാണ്, സൂര്യസമൂഹം പോലെ ശോഭിക്കുകയാണ്. അതുപോലെ കിരീടം, കടകം ആദികളൊക്കെ മുതലായവയൊക്കെ ആ ആഭരണങ്ങളെല്ലാം മിന്നിത്തിളങ്ങുകയാണ്. രത്നങ്ങളുടെ ആ ശോഭ കൊണ്ടും അതുപോലെ ആ പ്രകാശം കൊണ്ടും അതിൽ പതിച്ചിട്ടുള്ള വിവിധ രത്നങ്ങൾ പതിച്ച അതുപോലെ ആഭരണങ്ങളുടെ തിളക്കം ഇതെല്ലാം കൊണ്ടിങ്ങനെ വല്ലാതെ ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ദീപ്രാകൃതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്ന ആകൃതി. ശ്രീവത്സാങ്കിതം, ശ്രീവത്സം അങ്കിതം എന്ന് പറഞ്ഞാൽ ആ ചിഹ്നമാണ് ശ്രീവത്സാങ്കിതം. ശ്രീവത്സം അങ്കിതമാക്കിയിട്ടുള്ള ആ ശ്രീവത്സത്തോടു കൂടിയത്. ആത്ത കൗസ്തുഭമണിഛായാരുണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. കൗസ്തുഭരത്നപ്രഭ കൊണ്ട് തുടുത്തിരിക്കുകയാണ്. ആത്ത കൗസ്തുഭമണി ഛായാരുണം. ആ കൗസ്തുഭമണിയുടെ ആ തിളക്കം അതൊന്നു വേറെ. ഇനി അതിൻ്റെ പ്രഭയാൽ ഇങ്ങനെ തുടുത്തിങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ മിന്നിത്തിളങ്ങുന്ന, നമുക്കറിയാം രത്നാങ്കിതമായ മിന്നിത്തിളങ്ങുന്ന ആ ശ്രീവത്സ മുദ്രയോടുകൂടിയത്. ദീപ്രാകൃതി എന്ന് പറഞ്ഞാൽ മിന്നിത്തിളങ്ങുന്ന ആകാരത്തോട് ഭഗവാൻ ഇങ്ങനെ തുടുത്ത് കൗസ്തുഭരത്നമൊക്കെ ഇങ്ങനെ, കൗസ്തുഭരത്നം അറിയാമല്ലോ അല്ലേ, പാലാഴി കടഞ്ഞപ്പോൾ കിട്ടിയതല്ലേ ലക്ഷ്മി ദേവിയുടെ ഒക്കെ കൂടെ. അതുപോലെ ആ കൗസ്തുഭരത്നത്തിൻ്റെ ശോഭ, ഈ ശോഭയിൽ ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ തുടുത്ത് നല്ല ഭംഗിയോടെ ഇരിക്കുകയാണ്. മനോഹരമായി പ്രകാശിക്കുന്ന രൂപമാണ്. ആ
ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണഭൂതൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടുന്ന് തന്നെയാണ്. ആ നെന്തിരുവടിയുടെ രൂപം വിധി ഐക്ഷത ബ്രഹ്മാവ് കണ്ടു. വിഭോ എന്ന് പറഞ്ഞാൽ സർവശക്തനായ സർവവ്യാപിയായ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചിരിക്കുകയാണ്. ഇത് വിശ്വേഷാം കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കാരണഭൂതൻ, അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ കാരണഭൂതൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ ഏന ജാതാനി ജീവന്തി യത് പ്രത്യയന്ത്യഭിസംവിശന്തി തദ്വിജ്ഞ സസ്വതത് ബ്രഹ്മേതി. അതായത് ബ്രഹ്മം ഏതാണോ, ഏതിൽ നിന്നാണോ എല്ലാം ഉണ്ടായത്, അതുപോലെ തന്നെ ഏതിലാണോ എല്ലാം ആശ്രയിക്കുന്നത്, അതുപോലെ ഏതിലാണോ തിരിച്ച് വിലീനമായിത്തീരുന്നത്, അതിനെ വേണ്ട വിധത്തിൽ അറിയുന്നതിന് ആഗ്രഹിക്കുന്നതാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഇത് തൈത്തിരീയോപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ 1-ാമത്തെ ദശകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് വരുണൻ മകനായ ഭൃഗു ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് ഇത് കേട്ടോ. ബ്രഹ്മം എന്നാൽ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ബ്രഹ്മസ്യേതഃ എന്ന് ബ്രഹ്മസൂത്രത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പറഞ്ഞത് അതായത് ഇത് യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ ഏന ജാതാനി ജീവന്തി യത് പ്രത്യയന്ത്യഭിസംവിശന്തി തദ്വിജിജ്ഞ സസ്വതത് ബ്രഹ്മേതി എന്ന് ആ വിശ്വേഷാം കാരണം, അതായത് ഈ വിശ്വത്തിന് തന്നെ കാരണഭൂതനായ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് തന്നെ കാരണഭൂതനായ അവിടുത്തെ രൂപം ആ ബ്രഹ്മാവ് കണ്ടു എന്ന് പറയുന്നത്. ഇത് ആ ബ്രഹ്മമാണ് ആ രൂപം. തേ തത് മേ രൂപം തേ തത്, അതായത് ആ രൂപം മേ ഭാതു എന്നെയും കൂടെ കാണിച്ചു തരണമേ, ആ ബ്രഹ്മത്തെ, ആ പരബ്രഹ്മത്തെ എന്നെയും കൂടെ കാണിച്ചു തരണേ എന്ന് പറയുകയാണ്. അതായത് ഈ സത്യലോകത്ത് എല്ലാ ലോകങ്ങളുടെയും മുകളിലാണ് സത്യലോകം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ബ്രഹ്മലോകം. 14 ലോകങ്ങളുടെയും മുകളിൽ സത്യലോകത്ത് ഇരിക്കുന്ന ആ വിധാതാവിനെ പുറത്തുള്ള വൈകുണ്ഠലോകവും അവിടെ വിളങ്ങുന്ന വൈകുണ്ഠ രൂപവും കാണിച്ചു കൊടുത്തു അല്ലേ. അപ്പോൾ മേൽപ്പത്തൂർ പറയുന്ന ഇതാണ്, അങ്ങനെയുള്ള ഭഗവാനെ, അതായത് ആ വൈകുണ്ഠലോകവും വൈകുണ്ഠമൂർത്തിയെയും കാണിച്ചു കൊടുത്ത അവിടെ നിന്ന് എന്നെയും, ഈ ഗുരുവായൂരിൽ അവിടുത്തെ തിരുമുമ്പിലിരിക്കുന്ന എന്നെയും, ഞാൻ അവിടുത്തെയും ഭജിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എനിക്കും ആ രൂപം കാണിച്ചു തരാൻ പ്രയാസമില്ലല്ലോ എന്നാണ് വിചാരിക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്, എന്നെ കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ ഭഗവാൻ, ആ പരബ്രഹ്മരൂപം, ആ ബ്രഹ്മം, ആ നെന്തിരുവടിയുടെ ആ പരബ്രഹ്മമൂർത്തിയുടെ ആ രൂപം എന്നെയും കൂടെ ഒന്ന്, ആ കോമള രൂപം ബ്രഹ്മാവിനെ കാണിച്ചു കൊടുത്ത ആ രൂപത്തെ എന്നെയും കൂടെ, ആ സാക്ഷാൽ മഹാവിഷ്ണു, ആ നെന്തിരുവടിയുടെ ആ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായി തീർന്ന അവിടുത്തെ ആ രൂപം എന്നെയും കൂടെ ഒന്ന് കാണിച്ചു തരണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിൽ നോക്കാം, 8-ാമത്തെ ശ്ലോകം. ഇനി 8-ാമത്തെ ശ്ലോകം, ഇതിലും ഭഗവാന്റെ വർണ്ണന തന്നെയാണ്. കാളാംഭോധകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാം ആവൃണ്വാനമുദാരമന്ദഹസിതസ്യന്തഃപ്രസന്നാനനം രാജത്കമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സൃഷ്ടുസ്തുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേത്. കാളാംഭോധകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാം ആവൃണ്വാനമുദാരമന്ദഹസിതസ്യന്തഃപ്രസന്നാനനം രാജത്കമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സൃഷ്ടുസ്തുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേത്. ഇവിടെ കാളാംഭോധം എന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്കുകൾ പറയാം. കാളാംഭോധകളായ കോമള രുചി ചക്രേണ ചക്രം വിഭോ ദിശാം ആവൃണ്വാനം ഉദാരമന്ദഹസിതസ്യന്തഃപ്രസന്നാനനം രാജത് കമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സ്രഷ്ടു തുഷ്ടികരം തവ വപുഹു മദ്രോഗം ഉദ്വാസയേത്. ഇനി ഈ 1-ാം ദശകത്തിലും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് 6-ാം ശ്ലോകം, അതുപോലെ തന്നെ 2-ാം ദശകത്തിൽ 1ഉം 2ഉം ആ സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലകം നിന്ന് തുടങ്ങുന്ന 1-ാമത്തെ ശ്ലോകം, അതുപോലെ 2-ാമത്തെ ശ്ലോകം, ആ വൈകുണ്ഠരൂപം തന്നെയാണ് ഇവിടെയും
ഈ ശ്ലോകത്തിലും വർണ്ണിച്ചിരിക്കുന്നത് ഓർമ്മ കാണും എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു. അതായത് നമുക്ക് പറയാം, ഇനി വിഭോ സർവശക്തനായ ഭഗവാനെ എന്ന് വിളിച്ചിട്ട് പറയുകയാണ് മേൽപ്പത്തൂര്. കാളാംബോധകളായ കോമളരുചി ചക്രേണ. കാളാംബോധം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ കാർമേഘം പോലെ, കാളമേഘം പോലെ അല്ലേ, കാർമേഘം പോലെയും. കളായ എന്ന് പറഞ്ഞാൽ കളായ പുഷ്പം എന്ന് പറഞ്ഞിരിക്കുന്ന കായാമ്പൂവിനെയാണ്. കായാമ്പൂ വർണ്ണൻ എന്ന് നമ്മൾ പറയാറില്ലേ, അതുപോലെ കാർമേഘം പോലെയും കായാമ്പൂ പോലെയും. രുചീചക്രേണ, ഇവിടെ രുചി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് കോമളമായ മനോഹരമായ എന്നാണ്. കാന്തി പടലം കൊണ്ട്, അതിൻ്റെ ആ ശോഭ കൊണ്ട്. ദിശാം ചക്രം ആവൃണ്വാനം. ആവൃണ്വാനം എന്ന് പറഞ്ഞാലോ, ദിശാം ചക്രം ആവൃണ്വാനം എന്ന് പറഞ്ഞാൽ ദിക്കുകളല്ല, ഈ ശോഭ കൊണ്ട്. അതായത് കായാമ്പൂവിൻ്റെയും കാർമേഘത്തിൻ്റെയും ആ ശോഭ കൊണ്ട്, കായാമ്പൂ പോലെയുള്ള ആ കോമള രുചി ചക്രേണ, കളായ പുഷ്പം കാളാമ്പൂവാണ്. അപ്പോൾ മനോഹരമായ കാന്തിയോടുകൂടിയതും. ദിശാം ചക്രം ആവൃണ്വാന എന്ന് പറഞ്ഞാൽ ദിക് മണ്ഡലത്തെ, അതായത് ദിക്കുകളെ മുഴുവൻ പൊതിയുന്നതുമായ, അതായത് മൂടുന്നതായ, ആ ദിക്കുകളെ മൂടുന്നതായ ആ ഭഗവാന്റെ രൂപം. ഉദാരമന്ദഹസിതസ്യന്ത പ്രസന്നാനനം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഉദാരമന്ദഹസിതം എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും ഭഗവാന്റെ മുഖത്ത് ഒരു പുഞ്ചിരി കാണത്തില്ല, ഒരു പാൽപുഞ്ചിരി അല്ലെങ്കിൽ ഒരു കള്ളപ്പുഞ്ചിരി എപ്പോഴും കാണത്തില്ല. അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. മനോഹരമായ സുന്ദര മന്ദഹാസത്തോടു കൂടിയ ആ തെളിഞ്ഞ മുഖം, ഇങ്ങനെ നല്ല നിലാവ് പോലെ എന്ന് പറയാൻ പറ്റുമോ? എന്തായാലും ആ പ്രസന്നമായ മുഖം, എപ്പോഴും പുഞ്ചിരിയോടുകൂടി. സ്യന്തം, അതായത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന. രാജത് ശ്രീമദ് ഭുജ, അതുപോലെ രാജത്ത് എന്ന് പറഞ്ഞാൽ വിരാജിക്കുന്നു, മിന്നി തിളങ്ങുന്നു. രാജത് കമ്പു, എന്താണ് വിരാജിക്കുന്നത്? രാജത് കമ്പുഗദാരി പങ്കജധര ശ്രീമദ് ഭുജാമണ്ഡലം. ശ്രീമദ് എന്ന് പറഞ്ഞാൽ ഐശ്വര്യമുള്ള, ശ്രീ വിളങ്ങുന്ന. ഭുജങ്ങൾ കൈകളാണ്, തോളുകളാണ്. ഇവിടെ ശ്രീമദ് ഭുജ എന്ന് പറഞ്ഞാൽ മണ്ഡലം എന്ന് പറഞ്ഞിട്ടുണ്ട്, കൂട്ടമാണ്. കൈകൾ, എത്ര കൈകളുണ്ട് ഭഗവാന്? 4 കൈകളില്ലേ? അപ്പോൾ ആ രാജത്ത് എന്ന് പറഞ്ഞാൽ വിരാജിക്കുന്നു. കൈകളിൽ, ആ ഭുജാമണ്ഡലങ്ങളിൽ കൈകളിൽ എന്താണ് വിരാജിക്കുന്നത്? കമ്പു എന്നുദ്ദേശിച്ചിരിക്കുന്നത് ശംഖിനെയാണ്. ഗദ തന്നെ. അരി എന്ന് പറഞ്ഞാൽ ചക്രം. പിന്നെ അടുത്തത് ഗദാരി പങ്കജം താമരപ്പൂവ്. ധര എന്ന് പറഞ്ഞാൽ ധരിച്ചിരിക്കുന്ന. അപ്പോൾ ശ്രീമത് കമ്പു ഗദാരി പങ്കജധര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശംഖ ഗദ ചക്ര പത്മം വിളങ്ങുന്ന. സ്രഷ്ടുസ്തുഷ്ടികരം വപുസ്തവ വിഭോ. സ്രഷ്ടുസ്തുഷ്ടികരം, സ്രഷ്ടാവ്. ആരാണ് സ്രഷ്ടാവ്? ബ്രഹ്മാവിന്. സ്രഷ്ടുസ്തുഷ്ടികരം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന് തുഷ്ടികരം, അതായത് തുഷ്ടിയെ പ്രദാനം ചെയ്തു, സന്തുഷ്ടി നൽകുന്നത്, അതായത് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നത്. ആ കൈകളിൽ കമ്പുഗദാരി പങ്കജധര എന്ന് പറഞ്ഞാൽ കൈകളിൽ ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ചിട്ടുള്ള ആ കൈകളോടുകൂടിയ. അതുപോലെ കാളാംബോധകളായ കോമളരുചി ചക്രേണ ചക്രം ദിശ ആവൃണ്വാന. ഉദാരമന്ദഹസിതം സ്യന്തപ്രസന്നാനനം. ഇങ്ങനെ പാൽപുഞ്ചിരി വഴിഞ്ഞൊഴുകുന്ന ആ പ്രസന്നമായ ആനനം. പ്രസന്നാനനം എന്ന് പറഞ്ഞാൽ പ്രസന്നമായ മുഖം, എപ്പോഴും ചിരിക്കുന്ന മുഖം. കായാമ്പൂവിൻ്റെയും അതായത് കാർമേഘത്തിൻ്റെയും ശോഭ. കാർമേഘത്തിന് കറുപ്പ് നിറമാണ്, എവിടെയാണ് ശോഭ ഇല്ലേ? പക്ഷെ അത് ഭഗവാന്റെ ദേഹത്തായപ്പോൾ, ഭഗവാന്റെ രൂപത്തിലായപ്പോൾ അതിന് ശോഭ കൂടി, ദിക്കുകളെല്ലാം മൂടിപ്പോയി എന്നാണ് ആ ശോഭയിൽ. ആ ഭഗവാന്റെ അതിൻ്റെ കൂടെ എന്തുണ്ട്? ഉദാരമന്ദഹസിതസ്യന്ത പ്രസന്നാനനം. ആ മന്ദഹാസത്തോടു കൂടി ഇങ്ങനെ വഴിഞ്ഞൊഴുകുന്ന മന്ദഹാസം. കൈകളിൽ ശംഖ് ഗദ ചക്രം പത്മം. ഇങ്ങനെയുള്ള ഈ മനോഹര രൂപം സ്രഷ്ടുസ്തുഷ്ടികരം, സ്രഷ്ടാവിന് അതായത് ബ്രഹ്മാവിന് വളരെ സന്തോഷത്തെ പ്രദാനം ചെയ്തു. ആ വപുസ്തവ, തവ വപുഹു എന്ന് പറഞ്ഞാൽ തവ, അവിടുത്തെ ശരീരം. വിഭോ സർവശക്തനായ ഭഗവാനെ. മദ്രോഗമുദ്വാസയേത്, അങ്ങനെയുള്ള ഭഗവാനെ മത് രോഗം, എൻ്റെ രോഗം, ഉദ്വാസയേത് മാറ്റിത്തരണമേ എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ഈ ശ്ലോകം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ ആ ഭഗവാന്റെ രൂപം വർണ്ണിച്ചിരിക്കുകയാണ്. ഉദാരമന്ദഹസിത സ്യന്ത പ്രസന്നാനനം. അതുപോലെ തന്നെ ഇവിടെ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് തന്നെ
ആ തിരുവുടൽ ഭഗവാനെ ഞാനും ധ്യാനിക്കുന്നു, അവിടുന്ന് എൻ്റെ രോഗത്തെ മാറ്റിത്തരണമേ എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത 9ാമത്തെ ശ്ലോകം നോക്കാം. 9ാമത്തെ ശ്ലോകത്തിൽ വീണ്ടും ഇത് തുടരുകയാണ്. അതായത് ഈ വർണ്ണന തന്നെയാണ്. ഇവിടെ നോക്കുക, 9ാമത്തെ ശ്ലോകത്തിൽ ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭൂസ്ത്വത്പാദപാധോരുഹേ ഹർഷാവേശവശം വദോ നിപതിതഃ പ്രീത്യാകൃതാർത്ഥീ ഭവൻ ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തദാ പാതയത് ദ്വൈതാദ്വൈതഭവത്സ്വരൂപപരമിത്യാചഷ്ടതം ത്വാം ഭജേ. വാക്കുകൾ നോക്കുക. ദൃഷ്ട്വാ സംഭൃത സംഭ്രമഃ കമലഭൂഃ ത്വത്പാദപാധോരുഹേ ഹർഷാവേശവശം വദഃ നിപതിതഃ പ്രീത്യാ കൃതാർത്ഥീ ഭവൻ വിഭോ മമ മനീഷിതം ജാനാസി ഏവ സ്വരൂപപരം തത് ജ്ഞാനം ആപദയ. ആപാദയ എന്നാണ്, സോറി. തജ്ഞാനം ആപാദയ. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് വൈകുണ്ഠമൂർത്തിയോടുള്ള ആ ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥനയാണ് ഇവിടെ വിവരിക്കുന്നത്. ബ്രഹ്മാവ് പറയുന്നതാണ് ഈ ശ്ലോകത്തിൽ. ദൃഷ്ട്വാ സംഭ്രത സംഭ്രമ, ദൃഷ്ട്വാ കണ്ടിട്ട്. എന്താണ് കണ്ടത്? ഇത്ര നേരവും ഈ മുള്ളത്തെ ശ്ലോകങ്ങളിലൊക്കെ കണ്ടത് ഭഗവാന്റെ രൂപം വർണ്ണിച്ച് ഭഗവാനെ കണ്ടിട്ടാണ്. ആ ഭഗവാന്റെ രൂപം കണ്ടിട്ട് സംഭ്രത സംഭ്രമ, വളരെയധികം പരിഭ്രമത്തോടുകൂടി. അപ്പം നമ്മളാണെങ്കിലും പ്രതീക്ഷിക്കാതെ നമ്മൾ ഏതൊരു, അതായത് മഞ്ജു വാര്യരുടെ ഒരു സിനിമയിൽ കണ്ടില്ലേ, പ്രസിഡൻറ്റിനെ കണ്ടപ്പം ബോധം കെട്ടു വീണ്. അതുപോലെ ഇവിടെ സംഭ്രമം ഉണ്ടായി. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഭഗവാന്റെ ഈ വിധമുള്ള രൂപം കണ്ടപ്പോൾ ബ്രഹ്മാവിന് സംഭൃത സംഭ്രമിച്ച് പരിഭ്രമിച്ച് കമലഭൂസ്ത്വത്പാദപാധോരുഹേ. കമലഭൂ എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടർത്ഥം വിചാരിക്കുക. കമലഭൂ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് കമലത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്, സ്വയംഭൂ ആണെന്നാണ് പറയുന്നത് അല്ലേ? അങ്ങനെ വിചാരിക്കാം. അല്ലെങ്കിൽ കമലഭൂ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ബ്രഹ്മാവിനെ ആവാം. അതല്ലെങ്കിൽ ത്വത്പാദപാധോരുഹേ, അവിടുത്തെ പാദങ്ങളും ആവാം കമലം, അതായത് താമരപ്പൂ പോലെയുള്ള അവിടുത്തെ പാദങ്ങളെയും പറയാം. ഹർഷാവേശവശം വദോ നിപതിതഃ. ഹർഷാവേശവശം വദോ എന്ന് പറഞ്ഞാൽ ഹർഷത്തിനും ആവേശത്തിനും ഒക്കെ, അതായത് സന്തോഷം കൊണ്ടങ്ങ് ആറാടിയിട്ട് ആനന്ദപരവശനായി പരമാനന്ദത്തിൽ മുങ്ങി വശംവദനായിട്ട് നിപതിതഃ, ബ്രഹ്മാവ് താഴെ വീണു എന്ന് പറഞ്ഞാൽ നമസ്കരിച്ചു എന്നേ അർത്ഥമുള്ളൂ കേട്ടോ. അതായത് സാഷ്ടാംഗം നമസ്കരിച്ചു ഭഗവാന്റെ മുമ്പിൽ. പ്രീത്യാകൃതാർത്ഥീ ഭവൻ, അവിടെ എന്ത് സംഭവിച്ചു? പ്രീതനായിട്ട് ഭഗവാൻ കൃതാർത്ഥനായി. കമലഭൂ ത്വത്പാദപാധോരുഹേ, പാദങ്ങളാകുന്ന താമരപ്പൂക്കൾ, അല്ലെങ്കിൽ പാധോരുഹേ, പാദത്തിൽ നിന്ന് ഉണ്ടായത് എന്നും പാദാരവിന്ദത്തിൽ. ഹർഷാവേശവശം വദോ, ആനന്ദപരവശനായിട്ട് നിപതിതഃ, താഴെ വീണ് സാഷ്ടാംഗം നമസ്കരിച്ചു. അപ്പോൾ പ്രീതനായി സന്തോഷിച്ച് കൃതാർത്ഥീഭവൻ, കൃതാർത്ഥനായിട്ട് മമ മനീഷിതം ജ്ഞാനാസിയേവ, ഇങ്ങനെ പറഞ്ഞു ബ്രഹ്മാവ്. മമ മനീഷിതം എന്ന് പറഞ്ഞാൽ അന്തര്യാമിയാണ് ഭഗവാൻ അല്ലേ? നമ്മുടെ മനസ്സിലുള്ളതെല്ലാം അറിയാം. നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല ഭഗവാനോട്. നമ്മളെ കാണുമ്പോഴേ അറിയാം, ഒരു നോട്ടത്തിലേ എല്ലാം മനസ്സിലാക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മമ മനീഷിതം ജാനാസിയേവ, എൻ്റെ ഉള്ളിലുള്ളതെല്ലാം ഭഗവാൻ അറിയാം. ഹേ വിഭോ ത്വം ജാനാസി, അവിടത്തേക്ക് എല്ലാം അറിയാമല്ലോ. മമ മനീഷിതം, എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങ് അറിയുന്നുണ്ടല്ലോ. ജ്ഞാനം തഥാ, എന്നിട്ട് എന്താ പറഞ്ഞത്? എനിക്ക് തന്നാലും എന്നാണ് പറഞ്ഞത്. തഥാ ആപാദയ മേ, എനിക്ക് തന്നാലും എന്നാ പറഞ്ഞത്. എന്താ തരാൻ പറഞ്ഞത്? തത് ജ്ഞാനം, ആ ജ്ഞാനം തരണം. ഏത് ജ്ഞാനമാണ്? അതായത് ദ്വൈതാദ്വൈതഭവത്സ്വരൂപപരം, പ്രപഞ്ചം ബ്രഹ്മം എന്ന് രണ്ട് വിധത്തിലുള്ള അവിടുത്തെ സ്വരൂപത്തെക്കുറിച്ച്. തത് ജ്ഞാനം, ആ ജ്ഞാനമാണ്, അതിനെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനമാണ് എനിക്ക് തരേണ്ടത്. അവിടുന്ന് തന്നാലും എൻ്റെ ഉള്ളിലുള്ളതെല്ലാം അവിടത്തേക്ക് അറിയാം. അതുകൊണ്ട് അവിടുന്ന് എനിക്ക് തന്നാലും ആ ശരിയായ ജ്ഞാനമെന്ന് പറഞ്ഞു. ഇപ്പോൾ കണ്ടതുപോലെയുള്ള പരമസുന്ദരമായ ഭഗവത് രൂപം ഉണ്ടെന്നോ
അത് തനിക്ക് കാണാൻ കഴിയുമെന്നൊന്നും ബ്രഹ്മാവിന് വിചാരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് കണ്ടപ്പോൾ അദ്ദേഹം, അതായത് ബ്രഹ്മാവ് സന്തോഷാതിശയത്താൽ താഴെ വീണ് നമസ്കരിച്ചത്. ആ പരിഭ്രമം ഉണ്ടായത് അതുകൊണ്ടാണ്. അതായത് ഇവിടെ വിരാട് പുരുഷൻ്റെ ശിരസായ സത്യലോകത്തിൽ നിന്നാണ് പ്രത്യക്ഷീഭവിച്ചത് അല്ലേ ബ്രഹ്മാവ്. തസ്യോർധ്വം ഖലു സത്യലോക നിലയേ ജാതോസി എന്നീ ഇതിൻ്റെ ആദ്യത്തെ തന്നെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ. അപ്പോൾ ഇവിടെ മായയെ അവലംബിച്ച് നാനാരൂപം കൈക്കൊണ്ടിട്ടുള്ള ഭഗവാന്റെ ആ ടെക്സ്റ്റിൽ എഴുതിയിട്ടുണ്ട്, ദ്വൈത രൂപത്തിൻ്റെ അറിവുണ്ടായാലേ സൃഷ്ടിക്ക് തനിക്ക് കഴിവുണ്ടാവുകയുള്ളൂ. എന്നാൽ എല്ലാം ഒന്നാണെന്നുള്ള അദ്വൈത ബോധം ഉണ്ടാവാതിരുന്നാൽ കർമ്മബന്ധം ഉണ്ടാവുകയും ചെയ്യും. അതാണ് അദ്വൈത സ്വരൂപത്തിൻ്റെയും ശരിയായ ബോധം ഉണ്ടാക്കി തരണമെന്ന് അപേക്ഷിക്കാൻ കാരണം. ഇവിടെ ഇനി ദ്വൈതം എന്നാൽ എന്താണെന്ന് വെച്ചാൽ അത് മായയെ അവലംബിച്ച് നാനാരൂപം കൈക്കൊണ്ടിട്ടുള്ള ഭഗവാന്റെ ദ്വൈതത്തിൻ്റെ അറിവുണ്ടായാലേ സൃഷ്ടി ചെയ്യാൻ ബ്രഹ്മാവിന് കഴിവുണ്ടാവുകയുള്ളൂ എന്നുള്ള ആ ബോധം കൊണ്ടാണ് എനിക്ക് ശരിയായ ജ്ഞാനത്തെ തന്നാലും എന്ന് അപേക്ഷിച്ചത്. ഇനി നമുക്ക് അവസാനത്തെ 10ാമത്തെ ശ്ലോകം നോക്കാം. ആതാമ്രേ ചരണേ വിനമ്രമധതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിതാ ന സ്വർഗവിധിഭിർബന്തോപി സഞ്ജായത്തെ ഇത്യാഭാഷ്യഗിരം പ്രതോഷ്യ നിതരാം ദച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗ തം സമുദൈരയസ്സ ഭഗവൻ ഉല്ലാസയോല്ലാഘതാം. ആതാമ്രേ ചരണേ വിനമ്രമധതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിതാ ന സ്വർഗവിധിഭിർബന്ധോപി സഞ്ജായത്തെ ഇത്യാഭാഷ്യഗിരം പ്രതോഷ്യ നിതരാം ദച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗ തം സമുദൈരയ സ ഭഗവൻ ഉല്ലാസയോല്ലാഘതാം. വാക്കുകൾ നോക്കുക. അധ ആതാമ്രേ ചരണേ വിനമ്രം തം ഹസ്തേന ഹസ്തേ സ്പൃശൻ തേ ബോധഃ ഭവിതാ സ്വർഗവിധിഭി ബന്ധഃ അപി ന സഞ്ജായത്തെ ഇതി ഗിരം ആഭാഷ്യ നിതരാം പ്രത്യോഷ്യ സ്വയം തച്ചിത്തഗൂഢഃ തം സൃഷ്ടൗ സമുദൈരയഃ ഭഗവാൻ സഹ ത്വം ഉല്ലാഘതാം ഉല്ലാസയ. ഇങ്ങനെ ഈ ദശകത്തിൽ കഴിഞ്ഞ 5 ശ്ലോകത്തിലും തുടർച്ചയായി ഓരോ പ്രാർത്ഥനയുണ്ട്. വൈകുണ്ഠം എനിക്ക് നൽകണമേ, എനിക്ക് ആ രൂപം കാട്ടിത്തരണമേ, അല്ലെങ്കിൽ അവിടുത്തെ സുന്ദര വിഗ്രഹം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വിളങ്ങണമേ, എൻ്റെ രോഗം മാറ്റിത്തരണമേ. ഇങ്ങനെ ബ്രഹ്മാവിനെ അനുഗ്രഹിക്കാൻ ഒരുങ്ങിയ നിന്തിരുവടിയെ ഞാൻ ഭജിക്കുന്നു, എനിക്ക് ആരോഗ്യം വർദ്ധിപ്പിച്ച് തരയണമേ എന്നൊക്കെയാണ് ആ പ്രാർത്ഥനകൾ. ഈ 4 ശ്ലോകത്തിലും വിഭോ എന്നും ഒടുവിൽ ഭഗവൻ എന്നും സംബോധനയുണ്ട്. അതായത് അങ്ങനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഈ സർവ്വവ്യാപിയായതുകൊണ്ട് അവിടത്തേക്ക് എൻ്റെ പ്രാർത്ഥനകളെല്ലാം, എൻ്റെ മനോഹിതമെല്ലാം, എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം അറിയാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഐശ്വര്യാദി ഷഡ്ഗുണ പരിപൂർണനായതുകൊണ്ട് തൻ്റെ അഭീഷ്ടം നിറവേറ്റുവാൻ ആ ഗുരുവായൂരപ്പന് പ്രയാസമില്ലെന്നും ഈ ശ്ലോകത്തിൽ, അതായത് ഈ ശ്ലോകങ്ങളിൽ കൂടി മേൽപ്പത്തൂർ പറയുകയാണ്. ഇനി നമുക്ക് നോക്കാം. ആതാമ്രേ ചരണേ വിനമ്രം തം, ഉടനെ അവിടുത്തെ ആതാമ്രേ ചുവന്ന തൃച്ചേവടിയിൽ വീണ് നമസ്കരിച്ച ആ ബ്രഹ്മാവിനെ, അധ ഉടനെ. അപ്പോൾ ആ പെട്ടെന്ന് പരിഭ്രമിച്ച് വീണ് നമസ്കരിച്ച ബ്രഹ്മാവിനെ ആ കൈകൊണ്ട്, അതായത് ഹസ്തേന ഹസ്തേ സ്പൃശൻ, കൈ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഹസ്തേന ഹസ്തേ എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് ബ്രഹ്മാവിൻ്റെ കൈക്ക് പിടിച്ച് സ്പർശിച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് തേ ബോധഃ ഭവിത, അതായത് അവിടത്തേക്ക് നിനക്ക് എന്നാണ് ഇവിടെ, നിനക്ക് എന്ന് സംബോധന ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അങ്ങേക്ക് ബോധ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ജ്ഞാനം ഉണ്ടായിക്കൊള്ളും. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് എനിക്ക് ശരിക്കുള്ള തത് ജ്ഞാനം അപാദയ എന്നല്ലേ പറഞ്ഞത്. എനിക്ക് ജ്ഞാനം, ശരിയായ അദ്വൈതം, പ്രപഞ്ചം, ദ്വൈതം അദ്വൈതം, ഈ ഭേദങ്ങൾ എനിക്ക് പറഞ്ഞു തരണം, ശരിയായ ജ്ഞാനം തരണം സൃഷ്ടി നടത്താൻ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ നമ്മൾ ഓർക്കേണ്ടത് ഈ ദശകത്തിൻ്റെ ആദ്യം പറഞ്ഞത്, അതായത് ഭഗവാൻ ഈ ബ്രഹ്മാവിനെ എന്ത് ചെയ്യണം, എവിടെ എങ്ങനെ സൃഷ്ടി നടത്തണം എന്നറിയാതെ ഇരുന്നപ്പോൾ എന്ത് പറഞ്ഞു ഭഗവാൻ? തപ എന്ന് പറഞ്ഞു. അതല്ലേ നമ്മൾ പഠിച്ചത്, അത് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ബാക്കിയാണ് ഇതെല്ലാം. അപ്പോൾ അവിടെ നിന്ന് ഒന്ന് റീതിങ്ക് ചെയ്യുക, ഇങ്ങനെ ലിങ്ക് ചെയ്ത് വന്നാൽ എല്ലാം മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇവിടെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് തേ ബോധ ഭവിത, അങ്ങേക്ക് ജ്ഞാനം ഉണ്ടായിക്കൊള്ളുമെന്ന്
സാക്ഷാൽ ഗുരുവായൂരപ്പൻ പറഞ്ഞു. സ്വർഗവിധി ബന്ധ, അതായത് സൃഷ്ടിപ്രവർത്തികൾ കൊണ്ട് കർമ്മബന്ധം അപിന്ന സഞ്ചായത എന്ന് പറഞ്ഞാൽ അപിന്ന സഞ്ചായത, ഇപ്പോൾ അത് ഉണ്ടാവുകയും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിഗിരം ആഭാഷ്യ എന്ന വാക്ക് പറഞ്ഞ് നിതരാം പ്രത്യോഷ്യ, ഏറ്റവും സന്തോഷിപ്പിച്ചിട്ട്, അപിന്ന സഞ്ചായത, ഇങ്ങനെ ഇതിഗിരം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ഗിരം വാക്കുകളാണ് ആഭാഷ്യ പറഞ്ഞിട്ട് നിതരാം പ്രത്യോഷ്യ സ്വയം തച്ചിത്തഗൂഢ, ആ തന്നെത്താൻ ആ ബ്രഹ്മാവിൻ്റെ മനസ്സിലേക്ക് തന്നെ ഒളിഞ്ഞു നോക്കി അവിടെ തന്നെ ഇരുന്നു. ഇവിടെ ഭഗവാൻ തന്നെയാണ് ബ്രഹ്മാവായിട്ട് വന്നിരിക്കുന്നതും, അതുപോലെ തന്നെ ഹിരണ്യഗർഭനായിട്ട് വന്നിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. തം സൃഷ്ടൗ സമുദൈരയ, ബ്രഹ്മാവിനെ വീണ്ടും സൃഷ്ടിക്ക് പ്രേരിപ്പിച്ചു, ബ്രഹ്മാവിൻ്റെ മനസ്സിൽ ഒളിച്ചിരുന്നിട്ട്. അതായത് തച്ചിത്തഗൂഢ, തത് ചിത്തമാണ്, തത് ചിത്തം, ആ മനസ്സിൽ സ്വയം, ആ മനസ്സിൽ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ ഒളിഞ്ഞിരുന്നുകൊണ്ട് സൃഷ്ടിക്ക് ബ്രഹ്മാവിനെ തം സൃഷ്ടൗ സമുദൈരയ, സമുദൈരയ എന്ന് പറഞ്ഞാൽ വീണ്ടും പ്രേരിപ്പിച്ചു. ഭഗവാൻ സഹ ഉല്ലാഘതാം, ഭഗവാനെ ആ നിന്തിരുവടി ആരോഗ്യം വർദ്ധിപ്പിച്ചരണേ. ഉല്ലാഘതാം ഉല്ലാസയഹ, എനിക്ക് ഉല്ലസിച്ച് നടക്കാനായിട്ട് എനിക്ക് ആരോഗ്യത്തെ വർദ്ധിപ്പിച്ചു തരണമേ, എൻ്റെ രോഗത്തെ ശമിപ്പിക്കണമേ, എൻ്റെ ആരോഗ്യം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ രോഗിയാണ്, എനിക്ക് ആരോഗ്യാവസ്ഥ തിരിച്ചു തരണമെന്ന് മേൽപ്പത്തൂർ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഈ 7ാമത്തെ ദശകം ഇവിടെ അവസാനിക്കുകയാണ്. 10 ശ്ലോകങ്ങളും കഴിഞ്ഞു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ ശ്രീ പാഹി മാം പാഹി കൃഷ്ണ ഗുരുവായൂരപ്പ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ശ്രീ പാഹി മാം പാഹി. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു. നമസ്തേ നമസ്തേ ഗദാചക്രപാണേ. നമസ്തേ നമസ്തേ പ്രപന്നാർത്തിഹാരിൻ. സമസ്താപരാധം ക്ഷമസ്വാഖിലേശ. ഹരേ ശ്രീ പാഹി മാം പാഹി കൃഷ്ണ ഗുരുവായൂരപ്പ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.